നിർത്തിയില്ല. ഞാൻ ഒത്തിരി സ്പീഡ് കമ്മിയായതുകൊണ്ട് ഞാനൊന്ന് പിടിച്ച് ഒന്ന് മറിച്ചിട്ടപ്പോൾ അവൻ വീണത് ഞാൻ ഒരു 2 കൊടുത്തു. അത് ഉള്ളതാണ്, നമ്മുടെ ആവേശത്തിൽ ചെയ്തു പോയി, ഒരു 2 കൊടുത്തു പോയി, അത്രയേ ഉള്ളൂ. അത് വലിയ ഈ വീഡിയോയിൽ ബൈക്ക് പിടിച്ചു നിർത്തിയ രാധാകൃഷ്ണനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം മോഷണം പോവുകയും മണിക്കൂറുകൾ കൊണ്ട് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തത്. പാലക്കാട് ടൗൺ സ്റ്റാൻഡിന് സമീപത്ത് റോഡരികിൽ ചെരുപ്പ് വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ. ഇപ്പോൾ അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ ഹെൽത്ത് സെൻ്ററിൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. 11:30-ക്കാണ് ഞാൻ അത് അന്ന് പോയി അതിൻ്റെ ഒരു ഡോക്ടറെ കണ്ട് കഴിയുമ്പോഴേക്കും 1:45. 1:45 വെളിയിൽ വന്ന് നോക്കുമ്പോഴേക്കും എൻ്റെ ബൈക്ക് കാണാനില്ല. ഇവിടെ CCTV എല്ലാം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ വലിയൊരു ഊണ് കഴിക്കുന്ന സമയമായപ്പോൾ നിങ്ങൾ ആദ്യം പോയി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കടയുണ്ട് എസ്റ്റേറ്റിൽ, അവിടെ നിന്ന് ചാവിയും മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അവിടെ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു വിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ കണ്ടുപിടിക്കാമെന്ന് പറയും. ഞാൻ നേരെ എസ്റ്റേറ്റിൽ വന്ന് എൻ്റെ മോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞു. മോൾ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈ കാട്ടി ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. റോഡ് മുറിച്ച് കിടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പ്രതി നമ്മുടെ മുന്നിൽ കൂടെ തന്നെ വണ്ടിയും കൊണ്ട് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു നിർത്താൻ പറഞ്ഞു, നിർത്തിയില്ല. ഞാൻ ഒത്തിരി സ്പീഡ് കമ്മിയായതുകൊണ്ട് ഞാനൊന്ന് പിടിച്ച് ഒന്ന് മറിച്ചിട്ടപ്പോൾ അവൻ വീണത് ഞാൻ ഒരു 2 കൊടുത്തു. അത് ഉള്ളതാണ്, നമ്മുടെ ആവേശത്തിൽ ചെയ്തു പോയി, ഒരു 2 കൊടുത്തു പോയി, അത്രയേ ഉള്ളൂ. അത് വലിയ ഇതിപ്പോൾ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിരുന്നോ അതോ ബൈക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ? ബൈക്കിൻ്റെ ആ സൗണ്ട് ഉണ്ട്, അത് കേട്ടാൽ തന്നെ എനിക്കറിയാം. 10-16 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ എനിക്കറിയാം. എൻ്റെ ഇതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കും എൻ്റേത്. അതിൽ മോൾക്ക് ഓട്ടാൻ വേണ്ടിയിട്ട് എൽബോർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ആ എൽബോർഡ് എൻ്റെ പൂമാലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞ് നടക്കണം. അതൊന്നും നോക്കിയില്ല. എൽബോർഡ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയാണെന്ന് കണ്ടത്. ഞാൻ പറഞ്ഞു നിർത്തില്ല. പിന്നെ ഞാൻ നേരെ വണ്ടിയിൽ കയറി പിടിച്ചൊന്ന് ചരിച്ചു വിട്ടു. പ്രതി വീണപ്പോൾ ഞാൻ ഒന്ന് ഇതായി. പിന്നെ സ്പീഡ് കുറഞ്ഞുകൊണ്ട് വീണു അല്ല, സ്പീഡ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ പിടിക്കാനോ ഒന്നിനും പറ്റില്ല. വണ്ടിയെടുത്ത് പിന്നാലെ മുടുക്കാമെന്നല്ലാതെ പിടിക്കാനൊന്നും പറ്റില്ല. അവൻ ആ വളവായതുകൊണ്ട് പതുക്കെ വന്നതുകൊണ്ട് പിടിച്ചതാണ്. ഈ 16 വർഷം കൂടെയുള്ള ബൈക്കാണ്, അപ്പോൾ അതൊരു വൈകാരിക ഇത് കൂടിയാണല്ലേ? ഉണ്ട്, 100%. ആ ബൈക്കിന് കൂടെ അത് ഓട്ടുമ്പോഴേ എനിക്കൊരു മനസ്സിന് ഒരു ഇതായിട്ടുള്ള ബൈക്ക് ഓട്ടുന്ന ഇതുള്ളൂ, ഫീൽ ചെയ്യുള്ളൂ. അതിന് നമുക്ക് കൂടുതൽ അടുപ്പമാണ്, കൊടുക്കാൻ തോന്നുന്നില്ല. നിറയെ പേര് ചോദിക്കുന്നുണ്ട്, കൊടുക്കാനേ തോന്നുന്നില്ല. അത് കൊടുക്കണവരിക്കും നിർത്തുക. ഇപ്പോൾ ഈ ചാവി താങ്കളുടെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ, പിന്നീട് എങ്ങനെയാണ് ആ മോഷ്ടാവ് ബൈക്ക് കൊണ്ടുപോയത്? എവിടെ നിന്ന്? ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയത് എങ്ങനെയാണ്? അത് ലോക്ക് പൊട്ടിച്ചെടുത്ത് അവൻ വയറ് ഊരി വിട്ടു. ഞാൻ ചോദിച്ചു എങ്ങനെയാടാ അത് നീ പൊട്ടിച്ചെടുത്ത് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു അവൻ പ്രൊഫഷണലാണത്, കള്ളൻ പ്രൊഫഷണലാണ്. നമുക്കറിയില്ല അവൻ്റെ ഏത് വയറാ ഊരേണ്ടതെന്ന് ഞാൻ ഇന്ന് വരയ്ക്ക് പഠിച്ചിട്ടില്ല. അവൻ ഊരി കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ്. ഊരി വിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ വണ്ടി കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ തന്നെ ഫിറ്റ് ചെയ്തെന്ന് തന്നു. വണ്ടി അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് ഇതാക്കി കാണിച്ചു തരുമെന്ന്. ഈ പ്രൊഫഷണൽ കള്ളനാണെങ്കിൽ കൂടി ഇപ്പോൾ ഈ പൊതുപരിയാരം ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഈ താങ്കൾക്ക് ബൈക്ക് കിട്ടിയ സ്ഥലത്തേക്ക് 1 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഉള്ളത്. അവിടെ തന്നെ കടന്ന് കറങ്ങാതെ ദൂരെ പോകാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായില്ല. അത് അവൻ നല്ല മദ്യലഹരിയാണ്, ഫുൾ ലഹരിയാണ്. അവന് ഒരാൾ വെറുതെ നമ്മൾ തള്ളിയാൽ തന്നെ വീഴേണ്ട കണ്ടീഷനാണ്. അവൻ്റെ ഇടുപ്പിൽ അന്ന് മേടിച്ചൊരു വരുമ്പോൾ തന്നെ 2-3 മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്. അതാണ് അതിലെ ഇത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എത്ര മണിയായിട്ടുണ്ട്? വൈകുന്നേരം ഒരു 2:30 അത്രേ, 2:30 തന്നെ കിട്ടി. അത് മണിക്കൂറുകൾക്ക് തന്നെ കിട്ടി. അതാണ് വലിയ ഒരു അതെല്ലാം ഭഗവാന്റെ കടാക്ഷം മാത്രമേ ഉള്ളൂ. ഈ ബൈക്ക് പോയപ്പോൾ വലിയ സങ്കടമായിരുന്നു, പെട്ടെന്ന് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടും, ബൈക്ക് എന്തായാലും കിട്ടും, പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പോലീസ് പിടിച്ചു തരും. ആ പോലീസിന് അത്രയും നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് നമുക്ക് നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിറയെ ഇവിടുത്തെ എല്ലാ ഇതുകളും കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ള അതിന് കേരള പോലീസിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് കിട്ടുമെന്ന് എനിക്കൊരു ചെറിയൊരു വിശ്വാസമുണ്ട്. പിന്നെ കള്ളന്മാരെ കട്ടിട്ട് പോയിട്ട് പൊളിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്, അതൊന്നും പിടിക്കാൻ പറ്റാത്ത കേസുകളും ഉണ്ട്. അതൊന്നും അറിയില്ല. ഇപ്പോൾ അയാൾ വീണ് ഈ താങ്കൾ പിടിച്ചു വെച്ച ആളുകളെ വിളിച്ചല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ 2 പേർ തമ്മിലുള്ള പ്രശ്നം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ആളുകളോട് എന്താ പറഞ്ഞ? വണ്ടി എന്നെ മോഷ്ടിച്ച് വന്നതാണെന്ന് തന്നെ പറഞ്ഞത്.
മോഷ്ടിച്ച് വന്നത് തന്നെയാണ്, ഇത് എൻ്റെ വണ്ടിയാണ്, ഇതിപ്പോൾ കാട്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞപ്പോൾ അവനൊന്നും എതിർത്ത് പറഞ്ഞില്ല. അവൻ പറഞ്ഞത് ഞാൻ എടുത്തിട്ട് വന്നതാണെന്ന് തന്നെ പറഞ്ഞു. അവൻ്റെ ബൈക്കാണെന്ന് സ്ഥിരം കള്ളനാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല സർ. ഇപ്പോൾ ഈ വീട് വള്ളിക്കോടാണ്, ഇവിടെയാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഈ വള്ളിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് ഒരു ബസ് കയറിയാൽ പോരാ, ഒരു ബസ് എപ്പോഴെങ്കിലും ഉള്ളത്. അപ്പോൾ ബൈക്കിൽ വരണം. അപ്പോൾ ബൈക്കില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഉണ്ട്, ബൈക്കില്ലാത്ത ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ട്. ഞാൻ മോളിൻ്റെ വണ്ടി യൂസ് ചെയ്യേണ്ട അവസ്ഥ വരയ്ക്കാണ് നിൽക്കുന്നത്. അത് കിട്ടിയാൽ ഇപ്പോൾ ഏറ്റവും കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. എപ്പോൾ തരാമെന്നാണ് പറഞ്ഞത്? പോലീസ് അവരുടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കോടതി മുഖാന്തരം അത് പിൻവലിക്കാൻ പറ്റുള്ളൂ, വക്കീൽ മുഖാന്തരം പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ നിയമവശങ്ങൾ അറിയില്ല നമുക്ക്, അത് കണ്ട് ചോദിച്ചെന്നെ അറിയണം അവരുടെ അടുത്ത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ. എന്നാലും കള്ളൻ ദൂരെ പോകാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അതെ, അതെല്ലാം ഭഗവാന്റെ കടാക്ഷം മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഒന്നുമില്ല. എല്ലാം ഭഗവാൻ ആ മുന്നിലും പിന്നിലും ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ മാത്രം മുന്നിലേക്ക് നീങ്ങുക. കള്ളൻ എൻ്റെ മുന്നിൽ വന്ന് പെട്ടതും ഭഗവാൻ തന്നെയാണ്. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആ നിമിഷങ്ങൾ, ആ ഓരോ മൊമെൻറ്റും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്നെ എല്ലാം ചലിപ്പിച്ചത് ഭഗവാൻ മാത്രമാണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബൈക്ക് തന്നെയാണെന്ന് കണ്ടപ്പോൾ ഒന്ന് സ്തംഭിച്ചോ അതോ എന്താ? ഞാൻ എൻ്റെ ബൈക്ക് തന്നെയാണെന്ന് പറഞ്ഞ ഒരു മനസ്സിലൊരു നെട്ടലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എൻ്റെ ബൈക്ക് തന്നെയാണോ പറഞ്ഞത്, അത് ആ മൊമെൻറ്റിലൊക്കെ തോന്നി. അത് അടുത്ത് പിന്നെ വേറെ ഒന്നുമില്ല, ഭഗവാനെ വിചാരിച്ച് നോക്കി എടുത്ത് പിടിച്ചു. വരുന്ന എവിടെ വെച്ച് കാണാം, രണ്ടിലൊന്ന്, ഇല്ലെങ്കിൽ വിട്ടുവിടുക, ഇല്ലെങ്കിൽ പിടി വിട്ടില്ല, അത് ഉറച്ച് പിടിച്ചു. എന്തായാലും മോഷണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് രാധാകൃഷ്ണന് ഈ ബൈക്ക് കാണുകയും അത് തൻ്റെ ബൈക്കാണെന്ന് തിരിച്ചറിയുകയും പിടിക്കുകയും പിന്നീട് പോലീസിനെ ഏൽപ്പിക്കാനും കഴിഞ്ഞത്. എന്തായാലും ഈ വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.